ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പഴയ ഒരു വിഭവമാണ് കേട്ടോ. അതായത് പഴയ നാടൻ വിഭവം. ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഇത് കഴിച്ച് നമുക്ക് അത് വീണ്ടും കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഗോതമ്പ് ചോറ് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി കണ്ടിട്ട് ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിത് ആദ്യം കുറേ വീഡിയോ എടുത്ത് വെച്ചിരുന്നതൊക്കെ കട്ടായിപ്പോയി. അതായത് ഇത് ഈ ഒരു പരുവത്തിലാവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ ഒരു 3/4 കിലോ ഗോതമ്പ്, അതായത് ഒരു 1.25 കപ്പ് ഗോതമ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മളെ പൊടിക്കണ മിക്സിൻ്റെ ജാറിലിട്ട് 2-3 കറക്കൽ കറക്കി അത് കഴുകി അതിൻ്റെ ഈ ഗോതമ്പത്തിൻ്റെ മുകളിലുള്ള തൊലി ഉണ്ടല്ലോ അതൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ അരി അടുപ്പത്ത് വെച്ച് വേവിക്കുന്നത് രൂപത്തിൽ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്ത ആ ഒരു പരുവാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഗോതമ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് നല്ലൊരു ടേസ്റ്റി ഗോതമ്പ് ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കഴിയുന്നവരൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ശർക്കരയാണ്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു 7 പീസ് ശർക്കര അച്ചി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ശർക്കര പാനി റെഡിയാക്കിയെടുക്കാം. അങ്ങനെ ഇത് ശർക്കര പാനിയിൽ നമ്മളത് റെഡിയായി. അങ്ങനെ ശർക്കര പാനിയും അതേപോലെ അതിലേക്ക് കുറച്ചും കൂടെ ഒക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഗോതമ്പ് ചോറാക്കിയെടുക്കണം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ശർക്കര പാനി ഒഴിച്ചു അത് നല്ല തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് തേങ്ങാപ്പാലും മതി. കാരണം നമ്മൾ 1/2 കപ്പോളം തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര പാനി എന്തായി നോക്കാം. നന്നായി തിളച്ച് ശർക്കര കട്ടൊക്കെ നല്ല രൂപത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരിച്ച് നമ്മുടെ ഗോതമ്പ് വേവിച്ച് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ അതും നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങയും അതുപോലെ തന്നെ തേങ്ങ പാലും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 കപ്പിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ആ ഒരു പഞ്ചസാരൻ്റെ ആ ഒരു മധുരം കൂടി വരുമ്പോഴാണ് നമുക്കിതൊരു നല്ലൊരു ടേസ്റ്റായി മാറാം. ഒരു ശർക്കര മാത്രമാകുമ്പോൾ അത്ര തന്നെ നമുക്കൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പം അതിന് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു ടേസ്റ്റി ഗോതമ്പ് ചോറാക്കി എടുക്കണം. അപ്പോൾ നല്ല രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്ത് നന്നായി ആ ശർക്കര പാനി ഒഴിച്ചാൽ തന്നെ നമുക്കൊന്നൊരു ഗ്രേവി രൂപത്തിൽ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്ന തരം ഒന്ന് മിക്സാക്കി എടുക്കുക. നമുക്ക് ഗോതമ്പ് ചോറായി ഗോതമ്പ് വെന്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെർവ് ചെയ്ത് നമുക്ക് നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ 4 മണി പലഹാരമായിട്ടും അതുപോലെ രാത്രിയിൽ ചപ്പാത്തി കഴിക്കുന്നത് അതിന് പകരം ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വിഭവമാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് യൂട്യൂബിലൊരു ഓൺ വോയിസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. വീണ്ടും കാണാം. ബൈ ബൈ.